ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഞാൻ രാവിലെ എണീറ്റ് ഒരാളെ വെയിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. വേറെ ആരുമല്ല, എന്നാൽ നമുക്കൊരു മേക്ക് ഓവർ സെഷൻ ഉണ്ട്. ഒരു മുഹൂർത്തം ബ്രൈഡൽ ലുക്കാണ് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വരാമെന്ന് പറഞ്ഞ ആളെ ഞാൻ വെയിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുമായിരുന്നു കേട്ടോ. അങ്ങനെ കുറേ നേരം കഴിഞ്ഞപ്പോൾ എനിക്ക് നല്ല വിശപ്പായി, ഒടുക്കത്തെ വിശപ്പ്. അപ്പോൾ ഞാൻ ഫുഡ് കഴിക്കാമെന്ന് വെച്ചു. ഒരു ഇഡലി കഴിക്കുന്നുള്ളൂ, കാരണം എനിക്ക് രാവിലെ നേരത്തെ തന്നെ കുറേ ഫുഡ് കഴിക്കാൻ എനിക്ക് വലിയ താല്പര്യമില്ല. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു ഇഡലി മാത്രം കഴിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇത് വലിയ ഡീറ്റെയിൽ ആയിട്ടുള്ള വ്ളോഗൊന്നും അല്ല, കുറച്ച് എനിക്ക് എടുക്കാൻ പറ്റുന്ന അത്ര ഞാൻ കുറച്ചൊരു ബിഹൈൻഡ് ദ സീൻസ് പോലെ എടുത്തതാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ആൾ. അപ്പോൾ ഇതാണ് ശ്രീലേഖ കേട്ടോ. ശ്രീലേഖയുടെ മേക്ക് ഓവർ സെഷനാണ് ഇത്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഐ മേക്കപ്പാണ് ആദ്യം തന്നെ സ്റ്റാർട്ട് ചെയ്തത്, കാരണം എനിക്ക് ഐസ് ചെയ്യാനാണ് കൂടുതൽ എനിക്ക് ഓക്കെ ആവുന്നത്. ഇപ്പം ഓരോരുത്തരും ഓരോ രീതിയാണ് കേട്ടോ. ചിലർ ആദ്യം ഫേസ് ചെയ്യും, ചിലർ ആദ്യം ഐബ്രോസ് ആയിരിക്കും ചെയ്യുക. എനിക്ക് കംഫർട്ടായിട്ടുള്ളത് ഫസ്റ്റ് ഐസ് ചെയ്യാനാണ്. ഐസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ ബാക്കി എല്ലായിടത്തും ചെയ്യുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് കുറേ മെസ്സൊക്കെ ഒഴിവാക്കാൻ പറ്റും. അങ്ങനെ ഈ മേക്കപ്പ് എല്ലാം കഴിഞ്ഞു. മേക്കപ്പ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞിട്ടുണ്ട്. എനിക്ക് ഫുള്ളായിട്ട് വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല. പിന്നെ ഇതാണ് ഹെയർ, ഞാൻ പ്രിപ്പയർ ചെയ്ത് വെച്ചു. ഹെയറും എനിക്ക് എടുക്കാൻ വേണ്ടി പറ്റിയില്ല, കാരണം നല്ല പണിയുണ്ടായിരുന്നു. പിന്നെ കുറച്ചായിട്ട് നമ്മൾ എടുത്തതാണ് കേട്ടോ അതിൻ്റെ ഇടയിൽ കൂടെ ഇത്. അത് കഴിഞ്ഞിട്ട് ഹെയർ സ്റ്റൈലിംഗ് ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഏത് ചേരുവ നോക്കണം കേട്ടോ. മേക്കപ്പ് എല്ലാം കഴിഞ്ഞപ്പോൾ തന്നെ ആളുടെ ഫേസ് തന്നെ ഡിഫറൻസ് വന്നു. അങ്ങനെ നമ്മൾ എക്സ്റ്റൻഷൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഹെയറിൻ്റെ മുകളിലൂടെ തന്നെയാണ് കേട്ടോ വെച്ച് കൊടുത്ത്. ഹെയറിൻ്റെ അടിയിലൂടെ വേണമെങ്കിലും വെച്ച് കൊടുക്കാം, പക്ഷേ ഞാൻ മുകളിലൂടെ വെച്ച് കൊടുത്ത്. വേറെ ഒന്നുമല്ല, കുറച്ച് നാച്ചുറലായിട്ട് കിടക്കട്ടെ എന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അടിയിലോട്ട് വേണ്ടെന്ന് വെച്ചൊരു വേവി ആയിട്ടുള്ള എക്സ്റ്റൻഷനാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ചുട്ടിയാണ് കേട്ടോ. ഇത് ചുട്ടി ആൾക്ക് ഇത് ഭയങ്കരമായിട്ട് മാച്ച് ഉണ്ടെന്ന് തോന്നി, അപ്പോൾ അതുകൊണ്ട് ഇത് വെക്കാമെന്ന് വിചാരിച്ചു. അത് കഴിഞ്ഞിട്ട് ഫ്ലവർ സെറ്റിങ്ങും കഴിഞ്ഞിട്ടുണ്ട്. ജസ്റ്റ് ഇതുപോലെ ഒരു സിമ്പിളായിട്ട് ബാക്ക് ചെയ്തിട്ടുള്ളൂ കേട്ടോ. കാരണം എന്നാൽ ഈ ഒരു എക്സ്റ്റൻഷൻ മുകളിൽ കാണുമ്പോഴേ ഒരു ഭംഗി വരുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഇത് മുകളിൽ വെച്ചത്. അത് കഴിഞ്ഞിട്ട് ഇതേ സാരി ഡ്രൈപ്പിംഗ് ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സാരി ഡ്രൈപ്പിങ്ങും കഴിഞ്ഞിട്ടുണ്ട്. ഒരു കേരള സാരിയാണ് കേട്ടോ ചെയ്യുന്നത്. അത് കഴിഞ്ഞ് ഇത് ഫൈനൽ ടച്ചപ്പാണ്. അവിടെയും ഇവിടെയൊക്കെ ഓരോന്ന് ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുമായിരുന്നു. അപ്പോൾ ആൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ മേക്ക് ഓവറെല്ലാം കഴിഞ്ഞ ശേഷം ഞങ്ങളിങ്ങനെ കുറച്ച് വീഡിയോസൊക്കെ എടുത്തു, കുറച്ച് ഫോട്ടോസും അങ്ങനെയൊക്കെ എടുത്തു. അപ്പോഴേക്കും ആൾക്ക് പോകാനായിട്ടുള്ള ടൈം ആയിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേക്ക് എൻ്റെ അമ്മ വന്നിട്ട് ഇതേ ഫുഡ് കൊണ്ട് കൊടുക്കണം. അങ്ങനെ ഞങ്ങൾ ഒന്നിച്ചിരുന്നു കേട്ടോ ഫുഡ് കഴിച്ച്. അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞു. അതെല്ലാം കഴിഞ്ഞിട്ട് ആൾ കോഫി കുടിച്ചിട്ട് പോകാൻ വേണ്ടി നിൽക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ഇത് വലിയൊരു വീഡിയോ ഒന്നുമല്ല, ഒരു കുഞ്ഞ് വീഡിയോ ആണ്. ഒരു കുഞ്ഞ് ബിഹൈൻഡ് ദ സീൻസ് മാത്രം എടുത്ത് ഞാൻ വ്ളോഗ്